സഭാപ്രവേശം കുഞ്ചൻ നമ്പ്യാർ. അപ്പം ആദ്യം ആ പാഠഭാഗം തുള്ളൽ കവിത നന്നായി ഒന്ന് വായിക്കണം. അതിനുശേഷം അത് ചൊല്ലാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, ഒന്ന് ചൊല്ലി നോക്കുക. അപ്പോൾ നന്നായിട്ട് ചൊല്ലി ആസ്വദിച്ചതിന് ശേഷം, അതായത് ഈണവും താളമൊക്കെ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അതിനൊന്ന് ആദ്യം ശ്രമിച്ചതിന് ശേഷം മാത്രം ബാക്കി ഭാഗങ്ങൾ കേൾക്കുക. അപ്പം ഇനി സഭാപ്രവേശം എന്നുള്ള തുള്ളൽ വരികളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇത്തം പറഞ്ഞു സുയോധന വീരൻ ചിത്തം തെളിഞ്ഞു നടന്നു തുടങ്ങി. ചിത്രപ്പുരത്തിലകത്തു കടന്നു ചിത്രപ്പണികൾ കണ്ടു നടന്നു. പാണ്ഡവന്മാരുമ ദ്രൗപദി താനും മണ്ഡപം തന്നിൽ കരേറി പതുക്കെ മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്ദിച്ചവിടെ വസിച്ചു. അപ്പം ഇത്തം പറഞ്ഞു സുയോധന വീരൻ. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പാണ്ഡവരുടെ കൊട്ടാരം കാണാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് സുയോധന വീരൻ ദുര്യോധനൻ ചിത്തം തെളിഞ്ഞു നടന്നു തുടങ്ങി. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ദുര്യോധനൻ അങ്ങനെ വീരൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. വീരനാണ്. അപ്പോൾ വീരനായിട്ടുള്ള ദുര്യോധനൻ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് പാണ്ഡവരുടെ കൊട്ടാരം കാണാനായിട്ട് നടന്നത്. അപ്പോൾ ദുര്യോധനൻ ഇങ്ങനെ രാജ്യം കാണാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ പാണ്ഡവരും കൗരവരും ഒരേ രാജധാനിയിൽ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളായിട്ട് കഴിഞ്ഞവരാണ്. അപ്പം അതിൽ അർദ്ധരാജ്യാവകാശം ലഭിച്ച പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഗരം നിർമ്മിച്ച് അതിൽ താമസമാക്കുകയാണ്. അങ്ങനെ ആ നഗരം കാണാനായിട്ടാണ് കൗരവർ വരുന്നത്. അസുര ശില്പിയായിട്ടുള്ള മയനാണ് ഇത്രയും നല്ലൊരു കൊട്ടാരം, സുന്ദരവും ആശ്ചര്യജനകവുമായിട്ടുള്ള സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാജധാനി പാണ്ഡവർക്ക് നിർമ്മിച്ചു നൽകിയത്. അപ്പം അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആ കൊട്ടാരം ആകെ 14 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഭംഗി അത് ആസ്വദിക്കാനാണ് ദുര്യോധനും സഹോദരന്മാരും കൂടി വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ദുര്യോധന വീരൻ സന്തോഷത്തോടു കൂടിയിട്ട് ചിത്രപുരത്തിലെ അകത്ത് കടന്നു. അതിൻ്റെ ചിത്രഭംഗികളൊക്കെ കണ്ടങ്ങനെ നടക്കുകയാണ്. അപ്പം ഇത് പാണ്ഡവന്മാരുമ ദ്രൗപദി താനും മണ്ഡപം തന്നിൽ കരേറി പതുക്കെ മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്ദിച്ചവിടെ വസിച്ചു. അപ്പോൾ ഈ സമയത്ത് പാണ്ഡവന്മാരും ആ ദ്രൗപദി പാഞ്ചാലിയാണ് പാണ്ഡവന്മാരുടെ ഭാര്യ. അപ്പം അവരങ്ങനെ മണ്ഡപത്തിൽ കരേറി അങ്ങനെ ഇരിക്കുകയാണ്. മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്ദിച്ചവിടെ വസിച്ചു. മാധവനും ബലഭദ്രനും. മാധവൻ ശ്രീകൃഷ്ണനാണ്. ബലഭദ്രൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ. അപ്പോൾ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഒക്കെ വന്ദിച്ച് അവിടെ അങ്ങനെ ഇവരുടെ വരവും കണ്ടുകൊണ്ട് ഈ പാണ്ഡവന്മാരും അവരുടെ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയും കൂടി അങ്ങനെ ഇരിക്കുക. അങ്ങനെ ദൂരെ നിന്ന് ദുര്യോധനനും സഹോദരന്മാരും ദൂരത്തു നിന്നു വരുന്നതു കണ്ടു. ധർമ്മതനൂജൻ്റെ മാനസം തന്നിൽ സമ്മോദമേറ്റം വളർന്നു കിളർന്നു. അപ്പോൾ ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കൂടി ദൂരെ നിന്ന് തന്നെ വരുന്നത് പാണ്ഡവന്മാരും സഭാതലത്തിലുള്ളവരും കണ്ടു. അപ്പോൾ ധർമ്മതനൂജൻ്റെ മാനസം തന്നിൽ, തനൂജൻ എന്ന് പറഞ്ഞാൽ മകൻ, ധർമ്മതനൂജൻ, ധർമ്മപുത്രര്, യമഭഗവാന്റെ മകനാണ് ധർമ്മപുത്രർ. അപ്പം ആ ധർമ്മപുത്രർ
മാനസം തന്നിൽ മനസ്സിൽ സമ്മോദമേറ്റം വളർന്നു കിളർന്നു. സമ്മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം, വളരെയധികം സന്തോഷം ഉണ്ടായി. ധർമ്മപുത്രർ വളരെയധികം ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് വരുന്നത് കണ്ടപ്പോൾ, സഹോദരന്മാരാണല്ലോ വരുന്നത്, അപ്പോൾ ഒരുപാട് തങ്ങളെ ദ്രോഹിച്ചവരാണെങ്കിലും ധർമ്മപുത്രർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ഇവരുടെ വരവ് കണ്ടപ്പോൾ. സമ്മാനത്തിനുള്ള വട്ടങ്ങൾ കൂട്ടി സന്തോഷമോടെ വസിക്കുന്ന നേരം ദിവ്യസഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ള സുയോധന ഭൂപൻ. അപ്പോൾ സമ്മാനത്തിനുള്ള വട്ടങ്ങൾ കൂട്ടി ഇവരെ ആദരിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ധർമ്മപുത്രർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത്, സന്തോഷത്തോടെ വസിക്കുന്ന നേരം, അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ദിവ്യസഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ള സുയോധന ഭൂപൻ. ദിവ്യസഭ തന്നിൽ വന്നു കരേറി. ദിവ്യസഭ എന്ന് പറയാനുള്ള കാരണം മായാമയനാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അസുര ശില്പിയായിട്ടുള്ള മയൻ്റെ മായകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള മായക്കൊട്ടാരമാണത്. അപ്പം അതുകൊണ്ടാണ് ദിവ്യസഭ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലങ്ങനെ വന്നു കരേറി ഭവ്യനായുള്ള സുയോധന ഭൂപൻ ചക്രവർത്തി, രാജാവ്. അപ്പോൾ സുയോധനെക്കുറിച്ച്, ദുര്യോധനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഭവ്യനാണ്, വളരെയധികം ഭവ്യതയുള്ളവനാണ്, എല്ലാവരെയും വളരെയധികം ബഹുമാനിക്കുന്നവനായിട്ടുള്ള സുയോധന ഭൂപൻ. അപ്പോൾ വെള്ളസ്ഫടിക സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി. ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളിയലയ്ക്കുന്ന നീരെന്നു തോന്നും. നീരുള്ള ദിക്കെന്നുറച്ചു പതുക്കെ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി. വീരാളിപ്പട്ടു മുരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെപ്പോലെ. ചന്തത്തിലുള്ളൊരു പട്ടുമുയർത്തി കുന്തിച്ചു യാത്ര തുടങ്ങി. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വിവരണം തന്നിട്ടുണ്ട്. ആകെ വെട്ടിത്തിളങ്ങുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം തോന്നി. പിന്നെ ദുര്യോധനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വീരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇനിയിപ്പോൾ ഇത് ഇവിടെ വെള്ളമുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ താനൊരു പരിഹാസപാത്രമായെങ്കിലോ മറ്റുള്ളവരോടൊന്ന് ചോദിക്കാനും അന്വേഷിക്കാനൊക്കെ അതൊരു നാണക്കേടാണല്ലോ, വീരനാണല്ലോ. പക്ഷെ അവിടെ ദുര്യോധനൻ്റെ ശരിക്കും അഹങ്കാരത്തിനെയും കൂടി കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോടൊന്നും ചോദിക്കേണ്ട, വെള്ളസ്ഫടിക സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി. ആകെ സ്ഫടിക സ്ഥലങ്ങളാണ്, ആകെ മിന്നിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ വെള്ളമുണ്ട് എന്നുള്ളൊരു തോന്നൽ ദുര്യോധനന് ഉണ്ടായി. അങ്ങനെ ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളിയലയ്ക്കുന്ന നീരെന്നു തോന്നും. അപ്പോൾ ആ ഉള്ളിൽ ആകെ ഇങ്ങനെ തിളങ്ങുന്ന രത്നങ്ങളൊക്കെ കൂടി കണ്ടാൽ ആകെ തള്ളിയലയ്ക്കുന്ന, പിന്നെ 4 ഭാഗത്തും ഇങ്ങനെ ഓളങ്ങളുണ്ടാക്കുന്ന വെള്ളമാണ് അത് എന്ന് തോന്നും. അങ്ങനെ വിചാരിച്ചിട്ട് നീരുള്ള ദിക്കെന്നുറച്ചു പതുക്കെ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി. അവിടെ വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ എന്ത് വേണം? നീന്ത് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് നീന്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കൂട്ടുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരുക്കങ്ങൾ? വീരാളിപ്പട്ടു മുരച്ചു കയറ്റി. വീരാളിപ്പട്ടൻ, സുയോധനൻ വീരനാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം വീരാളിപ്പട്ട അതങ്ങട് ഉരച്ച് മേലേക്ക് അങ്ങോട്ട് കയറ്റി. വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തപ്പി നോക്കുകയാണ് ഇവിടെ എവിടെയാണ് വെള്ളമുള്ളത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ചാടിയാലോ വെള്ളത്തിൽക്കെന്ന് വിചാരിച്ചിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തപ്പി നോക്കി എവിടെ നിന്നാണ് വെള്ളം തുടങ്ങുന്നത്. പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെപ്പോലെ. അപ്പോൾ ഈ ദുര്യോധനൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പിന്നാലെയുള്ള അനുജന്മാരെല്ലാവരും ചെയ്തു തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ആകെ വെള്ളം ഉണ്ടെന്ന് തോന്നിയിട്ട് വെള്ളത്തിൽ നീന്താനായിട്ട് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ കൂട്ടി എവിടെയാണ് വെള്ളം എന്ന് അറിയാതെ അങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീരനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് ചോദിക്കുന്നതൊക്കെ ഒരു കുറച്ചിലായാലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്വയം തന്നെ എല്ലാം കണ്ടെത്തുന്ന രീതിയിലുള്ളൊരു നടത്തം അത് ദുര്യോധനൻ ചെയ്തത്. അപ്പോൾ ചേട്ടൻ എന്താണോ ചെയ്തത് അതേപോലെ അനുജന്മാരും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അപ്പം അങ്ങനെ ചന്തത്തിലുള്ളൊരു പട്ടവും ഉയർത്തി കുന്തിച്ചു യാത്ര തുടങ്ങി. നേരെ വെള്ളത്തേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ ഉയർത്തി പിടിച്ച് മെല്ലെ 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 ഇങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ് ദുര്യോധനൻ.